ഓക്കെ, നമുക്ക് ഇനി ഹെർമീഷ്യൻ അഡ്ജോയിന്റ് എന്താ നോക്കാം. അപ്പോൾ ഹെർമീഷ്യൻ അഡ്ജോയിന്റ് ഓർ സിംപ്ലി കോൺജുഗേറ്റ്, നമുക്ക് അങ്ങനെ ഇതിനെ വിളിക്കാം. ഹെർമീഷ്യൻ അഡ്ജോയിന്റ് ഓർ കോൺജുഗേറ്റ്. ഇതിന്റെ എക്സ്പ്രഷൻ എ ഡാഗർ അല്ലെങ്കിൽ എ ക്രോസ്, നമുക്ക് രണ്ടും നമുക്ക് അതിനെ പറയാം. എ ഡാഗർ. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് അതിനെ വിളിക്കാൻ പറ്റും. Is the complex, what is Hermitian conjugate, Hermitian adjoint or conjugate or a dagger? Is the complex conjugate of this number A, complex number A. അപ്പോൾ a dagger complex conjugate of a number, complex number A is the complex conjugate of this number. That is, a dagger is equal to a star. Okay. The Hermitian adjoint, or simply a dagger, the adjoint of an operator is defined by this relation. That is, bra psi a dagger get phi, അതായത് bracket psi a dagger phi equal to bracket phi a psi star. Okay. അപ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾ എന്താ സംഭവിച്ചിട്ടുള്ളതെന്നുള്ളത്. അത് നമുക്ക് ബോർഡിൽ നോക്കാം എന്താ സംഭവിക്കുന്നുള്ളത് നോക്കാം. psi a dagger phi എന്താ സംഭവിക്കുന്നത്. അപ്പോൾ തന്നിട്ടുള്ളത് we have two state vector psi get psi and get phi. Okay, we have two state vector, then the expression bracket, the expression bracket psi a dagger phi get phi equal to തന്നിട്ടുള്ളത് bra phi a star. ഓക്കെ, നോക്കാം നമുക്ക് a psi star, a psi. ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിങ്ങനെ വന്നിട്ടുള്ളത്. അതായത് this expression, this whole star equal to this one, എങ്ങനെ വന്നിട്ട് നോക്കാം നമുക്ക്. which is equal to, this is operator ആണ് കേട്ടോ, എന്നുള്ളത് ഓപ്പറേറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. ബ്രാ phi star a star get psi star, അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, അങ്ങനെ എഴുതുമ്പോൾ ബ്രാ phi star എന്തായി, get phi and complex conjugate. then a complex conjugate നമുക്ക് a cross എന്ന് എഴുതാം, a dagger എന്ന് എഴുതാം. then അടുത്തത് get psi star എന്നുള്ളത് അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ബ്രാ psi എന്നാവും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഈ എഴുത്ത് ഈ ഓപ്പറേഷൻ റോങ് ആണ്. അപ്പോൾ ശരിയായ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് get psi star എന്നുള്ളത് ഇവിടെ കണ്ട പോലെ ബ്രാ psi ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ, ബ്രാ psi. then a star എന്നുള്ളത് a dagger, then get phi, ഇത് ബ്രാ phi star എന്നുള്ളത് get phi. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ this is equal to this, അതായത് ബ്രാക്കറ്റ് psi
എ ഡാഗർ ഫൈ ഈക്വൽ ടു ബ്രാക്കറ്റ് ഫൈ എ സൈ സ്റ്റാർ. ഓക്കെ, അപ്പോൾ ഈ ചേഞ്ച് നിങ്ങൾ നല്ലോണം ഓർത്തിരിക്കും കേട്ടോ, ഈ വ്യത്യാസങ്ങൾ. ആക്ച്വലി ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് ഹെർമീഷ്യൻ അഡ്ജോയിൻ, ഹെർമീഷ്യൻ കോഞ്ചുഗേറ്റ് റൂൾ. പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഓപ്പറേറ്ററിന്റെ കോഞ്ചുഗേറ്റ് എങ്ങനെ എഴുതുക എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ പോകാം. മെട്രിക്സിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്പറേറ്റ് എന്നുള്ള ഫോമിൽ തന്നെ പോവാം. അതിന് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഒരു കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ഒരു നമ്പറിന്റെ to obtain Hermitian adjoint of any expression, we must cyclically reverse the order of the factors and make 3 replacements. Then replace constant by the complex conjugate. അപ്പോൾ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് Hermitian adjoint of the complex number A dagger is complex conjugate of the number A star. Okay. Then replace the ket by the corresponding bracket. അതായത് നമ്മളിപ്പോൾ നേരത്തെ എഴുതിയ എക്സ്പ്രഷൻ കെറ്റ് സൈ ഡാഗർ എന്നുള്ളത് ബ്രാസൈ ആകും. ദെൻ ബ്രാസൈ ഡാഗർ എന്നുള്ളത് കെറ്റ് സൈ ആകും. Then replace the operator by their adjoint. Okay. Then the following rules we have to follow when we operate with the adjoints. ഈ റൂൾസ് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എ ഡാഗർ, ഡാഗർ ഈസ് എ, നമുക്കറിയാവുന്ന. ഇതിന്റെ എ ഡാഗർ, ഡാഗർ എടുത്തു കഴിഞ്ഞാൽ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുത്ത് വീണ്ടും നമുക്ക് എ കിട്ടും. ദെൻ എ ഡാഗർ ഈസ് ഈക്വൽ ടു എ ഡാഗർ എന്ന് പറഞ്ഞാൽ എ സ്റ്റാർ ആണ്. അപ്പോൾ എ സ്റ്റാർ എ ഡാഗർ എന്ന് എഴുതാൻ പറ്റും. ദെൻ എ പവർ എൻ ഡാഗർ എന്ന് തന്നെ നമുക്ക് എ ഡാഗർ ഹോൾ പവർ എൻ അങ്ങനെ എഴുതാൻ പറ്റും. ദെൻ ഈ ഓർഡർ നിങ്ങൾ ശ്രദ്ധിക്കുക. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഹോൾ ഡാഗർ ഈക്വൽ ടു എ ഡാഗർ പ്ലസ് ബി ഡാഗർ പ്ലസ് സി ഡാഗർ പ്ലസ് ഡി ഡാഗർ. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കുക. എ ബി സി ഡി ഹോൾ ഡാഗർ ഓർഡർ വ്യത്യാസം വരുന്നുണ്ട്. ഫസ്റ്റ് ഡി ഡാഗർ, ദെൻ സി ഡാഗർ, ദെൻ ബി ഡാഗർ, ദെൻ എ ഡാഗർ. ഓക്കെ, എ ബി സി ഡി ഹോൾ ഡാഗർ എന്ന് പറയുമ്പോൾ ആദ്യം ഡി ഡാഗർ ചെയ്യുക, ദെൻ സി ഡാഗർ, ദെൻ എ ഡാഗർ ചെയ്യാം. ഓപ്പറേഷൻ വരുമ്പോൾ നമ്മൾ ഒരു കെറ്റ്സൈ ചെയ്യുന്ന സമയത്ത് ആദ്യം ഇത് വെച്ച് ഓപ്പറേറ്റ് ചെയ്യണം, എ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഓർഡർ നിങ്ങൾ ഓർത്തിരിക്കുക. ദെൻ എ ബി സി ഡി, ഇപ്പോൾ ഈ പറഞ്ഞ ഇത് തന്നെ എ ബി സി ഡി കെറ്റ്സൈ ഹോൾ ഡാഗർ എന്ന് പറയുമ്പോൾ കെറ്റ്സൈ ഡാഗർ എന്തായി? ബ്രാസൈ ആയി. ബ്രാസൈ ഡി ഡാഗർ, സി ഡാഗർ, ബി ഡാഗർ, എ ഡാഗർ. ദെൻ നമുക്ക് ഈ ഓപ്പറേഷൻ നോക്കാം. ഹെർമീഷ്യൻ അഡ്ജോയിന്റ് ഓഫ് കെറ്റ്സൈ ബ്രാഫൈ ഓപ്പറേറ്റർ. കെറ്റ്സൈ ബ്രാഫൈ ഹോൾ ഡാഗർ ഈക്വൽ ടു കെറ്റ്ഫൈ ബ്രാസൈ. എങ്ങനെ വന്നത് നമുക്ക് നോക്കാം. നമ്മളെ മുന്നിലുള്ളത് കെറ്റ്സൈ ബ്രാഫൈ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഹോൾ ഡാഗർ. അപ്പോൾ ഇതിനെ നമുക്ക് ഏ ഫോർമാറ്റിൽ എടുക്കാം. എ ബി ഹോൾ ഡാഗർ എന്ന ഫോർമാറ്റിൽ എടുക്കാം. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു എ ബി ഹോൾ ഡാഗർ എന്താണ്? ബി ഡാഗർ എ ഡാഗർ അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് ആദ്യം ഇതെടുക്കണം. ബ്രാഫൈൻ്റെ ഡാഗർ കെറ്റ് ഫൈ, ദെൻ കെറ്റ്സൈൻ്റെ ഡാഗർ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ബ്രാ സൈ എന്ന് എഴുതാം. ഓക്കെ,
അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഫൈനൽ കിട്ടുന്നത്. നോക്ക് നിങ്ങൾക്ക് ഇവിടെ അപ്പോൾ വന്ന എങ്ങനെ മെത്തേഡ് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ അതിനെടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് മനസ്സിലായി. അപ്പോൾ അതുപോലെ തന്നെ ഓപ്പറേറ്റർ ആക്ട് ഇൻസൈഡ് കെറ്റ്സ് ആൻഡ് ബ്രാസ്. അപ്പോൾ കെറ്റ് എ കോംപ്ലക്സ് എ എന്നുള്ള സ്മോൾ ലെറ്റർ എ എന്നുള്ള കോംപ്ലക്സ് നമ്പറാണ്. ഓപ്പറേറ്റർ എ സൈ ഈക്വൽ ടു കെറ്റ് നമുക്ക് അതുപോലെ ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. എ കോംപ്ലക്സ് നമ്പർ എ ആൻഡ് ഓപ്പറേറ്റർ എ കെറ്റ്സ് ആയി. പക്ഷെ ബ്രാൻഡ് ഉള്ളെന്ന് വരുമ്പോൾ കോംപ്ലക്സ് നമ്പർ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആകും. എ ഓപ്പറേറ്റർ അതുപോലെ തന്നെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആവും, അഡ്ജോയിന്റ് ആവും. അപ്പോൾ ബ്രാ എ സൈ ഈക്വൽ ടു എ സ്റ്റാർ ബ്രാ സൈ എ ഡാക്കർ. അപ്പോൾ ഈ ഓപ്പറേറ്റർ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ കാരണം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ വെർട്ടിക്കൽ ലൈനിൻ്റെ അടുത്താണ് ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓപ്പറേഷൻ മനസ്സിലായല്ലോ. ഓക്കെ. അപ്പോൾ ബ്രാൻഡ് ഉള്ളിൽ നിന്ന് നമ്പർ അല്ലെങ്കിൽ ഓപ്പറേറ്റർ പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിട്ട് മാറും. ഓക്കെ. ദെൻ നോട്ട് ഓൾസോ ദാറ്റ് എ ഡാഗർ ബ്രാ എ ഡാഗർ സൈ എന്നുള്ളത് ഇത് എ സ്റ്റാർ, ദെൻ ഇത് പുറത്ത് വരുമ്പോൾ എ ഡാഗർ. ഓക്കെ. അപ്പോൾ ഇത് എ ആയിട്ട് മാറും. ബ്രാ സൈ എ എന്നായിട്ട് മാറും. ആൻഡ് ഹെൻസ് വി കാൻ ഓൾസോ റൈറ്റ് ബ്രാക്കറ്റ് സൈ എ ഫൈ ഈക്വൽ ടു, നമുക്ക് ഇതിന് ഉള്ളിലേക്ക് വേണമെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാം, ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ്. ഓക്കെ. നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എ ഡാഗർ സൈ കെറ്റ് ഫൈ ഈക്വൽ ടു, അല്ലെങ്കിൽ ഇതിനെ ഇങ്ങോട്ടേക്ക് എടുക്കാം, ബ്രാ സൈ എ ഫൈ എന്നും എഴുതാം. ഓക്കെ. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ദെൻ ഹെർമീഷ്യൻ ആൻഡ് സ്ക്യൂ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. ഇത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. An operator A is said to be Hermitian if it is equal to its adjoint A dagger. So, an operator is Hermitian if A equal to A dagger. Okay. Or ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, ബ്രാക്കറ്റ് psi A phi equal to ബ്രാക്കറ്റ് phi A psi star. Okay. ഇങ്ങനെയാണെങ്കിലും എന്താണ്, this is Hermitian, this operator A is Hermitian joint. Then സ്ക്യൂ ഹെർമീഷ്യൻ എന്ന് പറയുമ്പോൾ ഓർ ആൻറ്റി ഹെർമീഷ്യൻ എന്ന് പറയുമ്പോൾ ബി ഡാഗർ ഈക്വൽ ടു മൈനസ് ബി. ഓക്കെ. അല്ലെങ്കിൽ എ ഡാഗർ ഈക്വൽ ടു മൈനസ് എ വന്നാൽ സ്ക്യൂ ഹെർമീഷ്യൻ. ബ്രാക്കറ്റ് സൈ ബി ഫൈ ഈക്വൽ ടു മൈനസ് ബ്രാക്കറ്റ് ഫൈ ബി സൈ സ്റ്റാർ. Okay. And you should note that the Hermitian adjoint of an operator is not in general equal to its complex conjugate. A dagger is not equal to A star. No problems. Then projection operator. Then ഇത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, നിലവിൽ MSc ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. പ്രൊജക്ഷൻ ഓപ്പറേറ്റർ. An operator P is said to be a projection operator if it is Hermitian and equal to its own square. That is, P dagger equal to P. It is Hermitian. The operator is Hermitian and P square equal to P. Then P is a projection operator. P ക്ക് പകരം A കൊടുക്കാം. A dagger equal to A square equal to A ആണെങ്കിൽ we can say that operator A is a projection operator, and therefore unit operator I is a simple example of a projection operator. Since I dagger is equal to I, then I square equal to I. Therefore unit operator is a projection operator. Then properties of projection operators. The product of two commuting projection operators P1 and P2 is also a projection operator. P1 P2 dagger equal to P2 dagger P1 dagger equal to
Hermitian ആണെങ്കിൽ we can write P2 into P1 equal to P1 P2. Commuting ആണെങ്കിൽ നമുക്ക് അതിനെ P1 P2 P2 P1 equal to P1 P2 എന്ന് എഴുതാം. അപ്പോൾ the product of two commuting projection operators is also projection operator. Then P1 P2 square equal to P1 P2 P1 P2 നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ഓക്കെ, P1 P2 P1 P2 P1 P2 ഇതിന്റെ പ്രൂഫ് ആണ് പറയുന്നത് കേട്ടോ. ദെൻ P1 കമ്മ്യൂട്ടിംഗ് ആകുമ്പോൾ നമുക്കതിനെ ഇതിനെ നമുക്ക് P1 P2 എന്ന് എഴുതാം. P1 P1 അടുത്ത് വരും. അപ്പോൾ P1 സ്ക്വയർ P2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇത് പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആണെങ്കിൽ P1 സ്ക്വയർ ഈസ് ഈക്വൽ ടു P1. സോ P1 സ്ക്വയർ ഈസ് ഈക്വൽ ടു P1. Therefore P1 P2 square equal to P1 P2 നമുക്ക് എഴുതാം. അപ്പോൾ the product of two commuting projection operators P1 P2 is also a projection operator. നമുക്ക് ഇതിനെ പ്രൂവ് ചെയ്തു കേട്ടോ. The sum of two projection operators is generally not a projection operator. Then two projection operators are said to be orthogonal if their product is 0. Two projection operators are said to be orthogonal, that is P1 P2 are orthogonal if the product is 0. P1 P2 equal to 0 angle, they are orthogonal. And for a sum of projection operators P1 plus P2 plus P3 plus and so on to be a projection operator, it is necessary and sufficient that these projection operators be mutually orthogonal. That is, the cross product term must vanish. For the product projection operator ആവണമെന്നുണ്ടെങ്കിൽ their product should be 0. Then ഈ പ്രോബ്ലം ചെയ്ത് നോക്കുക കേട്ടോ. So that the operator Ketzai Brassai is a projection operator only when Ketzai is normalized. ഇത് ഞാൻ അസൈൻമെന്റ് തരാം കേട്ടോ ഈ പ്രോബ്ലം. നമുക്ക് കമ്മ്യൂട്ടേറ്റർ ആൾജിബ്രയിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ പോകാം.